ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചേച്ചിയെ വിളിക്കാം, അപ്പം ഞാൻ പറയാം എവിടെയാണ് പണവും കൊണ്ട് വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ കോൾ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അപ്പം തന്നെ അവന്തിക മാർട്ടിനെ വിളിക്കുകയാണ്. മാർട്ടിൻ ഇന്ന് 6 മണിക്ക് മുമ്പ് ഒരാളെ പൊക്കണം. അയാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയും കാണും. ആ പണം ഇങ്ങെടുത്തിട്ട് അയാളെ വല്ലോ പൊട്ടക്കിണറ്റിലും താഴ്ത്തിയേക്ക്. ഇതൊക്കെ കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അവന്തിക തൻ്റെ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അജയൻ വിളിക്കുമ്പോൾ അവന്തിക പോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അർച്ചന കോൾ എടുക്കുകയാണ്. ചേച്ചി ആലോചിച്ച് കഴിഞ്ഞായിരുന്നു. നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ പുറകിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാകും. ചേച്ചിയെ ഞാൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുകയൊന്നുമില്ലെന്നേ. ആരും കാണാതെ പണവും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ മൗനം സമ്മതമാണെന്ന് കരുതി അനിയൻ കോള് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അജയൻ കട്ട് ചെയ്യുന്നു. തുടർന്ന് അവന്തികയുടെ ഫോൺ അവിടെ തന്നെ കൊണ്ട് വെച്ചതിന് ശേഷം സച്ചിയെ വിളിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി അജയൻ്റെ ഒളിത്താവളത്തിൽ എത്തിയിരിക്കുന്നതാണ്. ഇതുതന്നെയാണോ ആ സ്ഥലമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ, ഇതുതന്നെയാ അവൻ പറഞ്ഞ സ്ഥലമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ സച്ചിയും അർച്ചനയും കൂടി അകത്തേക്ക് കയറി ചെല്ലുന്നു. സച്ചി മുമ്പോട്ട് നടക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് അർച്ചന. പെട്ടെന്ന് അജയൻ പുറത്തേക്ക് വരികയും അർച്ചനയുടെ കഴുത്തിൽ കത്തി വെക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട ഭയത്തിൽ അർച്ചന സച്ചിയേട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ്. കത്തിമുനയിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സച്ചി. എല്ലായിടത്തും അപ്രത്യക്ഷനായി എത്തി എല്ലാവരെയും രക്ഷിക്കുന്ന ഇവളെ ഇനി രക്ഷിക്കാനേ നീ വരണ്ട. നിനക്ക് നിന്റെ ജീവൻ വേണമെങ്കിൽ നീ പോകാൻ നോക്ക്. എടാ അജയ, നമുക്ക് സംസാരിക്കാമെന്ന് സച്ചി പറയുമ്പോൾ അജയൻ പറയുകയാണ്, എനിക്കൊന്നും സംസാരിക്കാനില്ല. സച്ചിമോൻ, ഇവളെ അങ്ങ് മറന്നേക്ക്. ഇനിയേ ഇവള് ജീവിക്കണ്ട. എൻ്റെ കത്തിമുനയിൽ നിൽക്കുന്ന ഇവളെ ഞാൻ വെറുതെ വിടണമല്ലേ? അങ്ങനെ മണ്ടനാകാനേ എനിക്ക് താല്പര്യമില്ല. ഇവള് ഇപ്പം തന്നെ ഇവിടെ മരിച്ചു വീഴുമെന്ന് അജയൻ പറയുമ്പോൾ പെട്ടെന്ന് അജയൻ്റെ കാലിലേക്ക് ആരോ വെടിവെക്കുകയാണ്. അജയൻ തെറിച്ച് നാലുകെട്ടിൻ്റെ അകത്തേക്ക് വീഴുന്നു. അതേസമയം എസ് പിയും ബാക്കിയുള്ള കോൺസ്റ്റബിൾമാരും ചേർന്ന് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒപ്പം അനൂപും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി സ്റ്റേഷനിലേക്ക് പോകുന്നു. അതേസമയം അനൂപ് അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് ആലോചിക്കുകയാണ് അർച്ചന. അജയന്റെ കാര്യം ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ അർച്ചന വിളിച്ചത് അനൂപിനെ ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അജയൻ എന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക അജയന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അജയന്റെ ഫോൺ അതേസമയം എസ് പിയുടെ കയ്യിലായിരുന്നു. അതേസമയം മീരയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് സച്ചിയും അർച്ചനയും. ഇനി ഏട്ടത്തിയെ ഞങ്ങൾക്ക് കൊണ്ടുപോകാമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സാഹചര്യ തെളിവുകളെല്ലാം മീരയ്ക്ക് എതിരായിരുന്നു. അതുകൊണ്ടാ മീരയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. അത് കുഴപ്പമില്ല സാർ, മീര എന്താണെങ്കിലും നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. ഇത് കേൾക്കുന്ന എസ് പി പറയുകയാണ്, അതിനൊക്കെ അനൂപ് നന്ദി പറയേണ്ടത് സച്ചിയോടും അർച്ചനയോടുമാണ്. മീരയ്ക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം മീരയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നെന്ന് എസ് പി പറയുന്നു. തുടർന്ന് അനൂപ് മീരയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ എസ് പി ചോദിക്കുകയാണ്, അജയൻ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആതിരയുമായിട്ട് വിവാഹം ഉറപ്പിച്ച സമയത്ത് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് സാർ. എങ്കിൽ നിങ്ങൾ പോയിക്കോ, മീരയെ ഒന്ന് ആശ്വസിപ്പിക്കണം. ആ കുട്ടി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ശരി സാറെന്ന് പറഞ്ഞ് സച്ചിയും അർച്ചനയും അവിടെ നിന്ന് പോകും. വീണ്ടും അവന്തികയുടെ കോള് അജയന്റെ ഫോണിലേക്ക് വരികയാണ്. ഇത് കാണുന്ന എസ് പി സംശയത്തോടെ ഫോണിലേക്ക് നോക്കുന്നു. തുടർന്ന് എസ് പി കോൾ എടുക്കുകയാണ്. ഹലോ എന്ന് എസ് പി വെക്കുമ്പോൾ അജയനല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. അല്ലല്ലോ, സ്ഥലം എസ് പി കൃഷ്ണയാണ്. കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ അജയൻ സാർ, അജയൻ അവൻ കീഴടങ്ങിയോ? കീഴടങ്ങിയതൊന്നുമല്ല, ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്നാ സാർ ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് അവന്തികയുടെ ഫോണിലേക്കോ അവന്തിക എൻ്റെ ഫോണിലേക്കോ അല്ല വിളിച്ചത്, അജയൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. അവന്തിക ഇപ്പോൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വരാം സാർ, ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അവന്തിക കോൾ കട്ട് ചെയ്യുന്നു. തുടർന്ന് പേടിയോടെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അവന്തിക പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നതാണ്. അവന്തികയ്ക്ക് അജയനുമായിട്ട് എന്താ ബന്ധമെന്ന് എസ് പി ചോദിക്കുന്നു. എന്തായാലും ഒരു ചെറിയ ബന്ധമൊന്നുമല്ല, അതുകൊണ്ടല്ലേ 2ൽ കൂടുതൽ തവണ ഈ ഫോണിലേക്ക് വിളിച്ചത്. അത് പിന്നെ സാർ, അവൻ ഞങ്ങളുടെ കുടുംബത്തിനോട് ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ലെന്നാണോ അവന്തിക പറയുന്നത്? അങ്ങനെ പരിചയമൊന്നുമില്ല സാർ. ആതിരയെ വിവാഹം കഴിക്കാനിരുന്ന സമയത്ത് 2-3 തവണ കണ്ടിട്ടുണ്ട്, അത്ര തന്നെ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചെറിയ ബന്ധമല്ലല്ലോ അവന്തികെ. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ നമ്പർ അവന്തിക മേഡം എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിടുമോ? കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോൾ എസ് പി പറയുകയാണ്, നമുക്കേ അജയനോടൊന്ന് ചോദിക്കാം അവന്തികയുടെ കാര്യം. തുടർന്ന് അജയനെ അവന്തികയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എസ് പി ചോദിക്കുകയാണ്, ഈ അവന്തികയെ നിനക്ക് എങ്ങനെയാടാ പരിചയം? എന്തിനാ അവന്തികയെ മേഡം എന്നൊക്കെ വിളിക്കുന്നത്?
ഉള്ളതുപോലെ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നേരത്തെ കിട്ടിയതിന് ഇരട്ടിയാകും കിട്ടാൻ പോകുന്നത്. ഞാൻ പറയാം സാർ, എല്ലാം ഞാൻ പറയാം. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോൾ അജയൻ പറയുകയാണ്, ഇന്നലെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ മേഡത്തിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചത്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ ഇവരെ വിളിച്ചത്. എന്നെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ അവിടെയുള്ള ആരെയെങ്കിലും ഞാൻ കൊല്ലുമെന്ന് ഇവരെ ഞാൻ ഭീഷണിപ്പെടുത്തി. നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാ, നീ ഇതെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്തത്? അതെ സാർ, ഞാനെല്ലാം ഒറ്റയ്ക്ക് തന്നെയാ ചെയ്തതെന്ന് അജയൻ പറയുന്നു. സാറിന്റെ സംശയമൊക്കെ മാറിയെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ SP ചോദിക്കുകയാണ്, ഒരാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ അത് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അവന്തികയ്ക്ക് അറിയില്ലേ? അത് പിന്നെ സാർ, അവന്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞിട്ട് അറിയിക്കാമെന്ന് കരുതി. അവന്തിക പോയിക്കോളാൻ SP സംശയത്തോടെ അവന്തികയെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അതേസമയം പെട്ടെന്ന് തന്നെ അവന്തിക സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.